ഇലക്ട്രോണിക് ബാലറ്റ് വഴിയോ പ്രതിനിധി വഴിയോ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ദീർഘകാലമായുള്ള പ്രവാസലോകത്തിന്റെ കാത്തിരിപ്പിനാണ് അറുതി കുറിക്കുന്നത്. അവഗണനകൾ മാത്രം കണ്ടു പരിചയമുള്ള പ്രവാസലോകത്തിന് ഇത് തുല്യതയില്ലാത്ത അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ കാര്യമായ സംഭാവനകൾ നൽകുന്ന പ്രവാസികളുടെ പല ആവശ്യങ്ങളും മാറി മാറി വന്ന സർക്കാരുകൾ അവഗണിക്കാറാണ് പതിവ്. നാട്ടിൽ ചെന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം നേരത്തെ ലഭിച്ചിരുന്നെങ്കിലും ജോലി ചെയ്യുന്ന നാടുകളിൽ വോട്ട് ചെയ്യാനുള്ള അവസരത്തിനായിരുന്നു പ്രവാസലോകം ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് പ്രവാസലോകം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകി വന്ന വസന്തം തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ടുള്ള പ്രവാസികളുടെ കാത്തിരിപ്പായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് പ്രവാസികൾ തന്നെയാണ്. പക്ഷേ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ കൂട്ടർക്ക് അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ള ഒരു വഴിയില്ലാത്തതുകൊണ്ട് അവരെ ഏതൊക്കെയോ നിലകളിൽ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ പണ്ട് തൊട്ടേ ഉണ്ട്. വോട്ടവകാശമില്ലാത്തതാണ് പ്രവാസലോകത്തെ രാഷ്ട്രീയ നേതൃത്വം തീർത്തും അവഗണിക്കാൻ കാരണമെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ വോട്ടവകാശം പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുന്നതോടെ എല്ലാ അവഗണനകൾക്കും പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷംഷീർ വയലിൽ പ്രവാസി വോട്ടവകാശത്തിന് സുപ്രീം കോടതിയിൽ നേരത്തെ നിയമയുദ്ധം നടത്തിയിരുന്നു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.